അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ഒരു ക്ലാസ്സിലൂടെ സാധാരണക്കാരായ ആളുകൾക്ക് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ഒരു ക്ലാസ്സാണ് വിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് പാരായണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ ലക്ഷ്യമാക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ, നമ്മുടെ പ്രേക്ഷകരായ ഒരുപാട് ആളുകൾ നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള മനോഹരമായിട്ട് ഒന്ന് പാരായണം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടെ നമ്മുടെ കൂടെ കൂടിയതായ ഒരുപാട് ആളുകൾ, സഹോദരി സഹോദരന്മാർ, പ്രായവ്യത്യാസമില്ലാതെ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല നിയ്യത്തോടുകൂടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും ഇത് മുഖാന്തരം നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് 25ാമത്തെ ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ് 24 ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ 276ാമത്തെ ആയത്താണ് ഇന്ന് ഓതുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചെറിയ ഒരു പരീക്ഷ നടത്തിയിരുന്നു. നമ്മുടെ 2ാമത്തെ പരീക്ഷയാണ്. ഇതിനു മുമ്പ് ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആ പരീക്ഷയിൽ ഒരുപാട് ആളുകൾ, അൽഹംദുലില്ലാഹ്, സന്തോഷം, വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ 10-60ഓളം ആളുകൾ അതിൻ്റെ ആൻസർ എഴുതി അയക്കുകയും അതിൽ 25 ആളുകൾ പൂർണ്ണമായിട്ടും ശരിയുത്തരം അയക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ലൈവിൽ അത് പറയുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അൽഹംദുലില്ലാഹ്, ആ 25 ആളുകളിൽ നമ്മൾ നറുക്കെടുത്തുകൊണ്ട് ഒരാളെ, 2 ആളെ വിന്നീസായിട്ട് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ്, അതിൽ നറുക്കെടുപ്പിലൂടെ 25 ആളുകളും ഒരേ ലെവലിലുള്ള ആളുകളാണ്. എന്നിരുന്നാൽ പോലും അതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ഭാഗ്യം ലഭിച്ചത് അഫ്സാന എന്ന് പറയുന്ന സഹോദരിയാണ്, ട്രിവാൻഡ്രത്തുള്ള മയിലാട്ട് കോണം. അതുപോലെ തന്നെ സുബൈദ ഹംസ, തൃശ്ശൂരുള്ള ഈ 2 തൃശ്ശൂരുള്ള സഹോദരിയും, ഇങ്ങനെ ഈ 2 സഹോദരിമാരാണ് അതിൽ വിന്നറായിട്ടുള്ളത്. പങ്കെടുത്ത എല്ലാ ആളുകൾക്കും, അതുപോലെ തന്നെ പങ്കെടുക്കാൻ കഴിയാതെ വിഷമിച്ച ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വരുന്ന പരീക്ഷകളിൽ മനോഹരമായിട്ട് പങ്കെടുക്കാനും നല്ല റാഹത്തോടുകൂടെ അത് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ റീപ്ലൈ മെസ്സേജ് ഒന്ന് അയക്കാനും ഒക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഒരു ആവേശത്തിന് വേണ്ടി നടത്തുന്നു എന്ന് മാത്രം. നമ്മൾ അത് ഓത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ അതിൻ്റെ അതേപോടുകൂടെ, മര്യാദയോടുകൂടെ, വളരെ നല്ല ഇഖ്ലാസോടുകൂടെ പാരായണം ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, അതിൻ്റെ ഗിഫ്റ്റ് ഒന്ന് വിശുദ്ധ ഖുർആനായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത് 313 രൂപയായിരുന്നു. ഇൻഷാ അല്ലാഹ്, അത് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ള വിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് അവർക്ക് ഏതാണോ വേണ്ടത് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല അത് കിട്ടിയവർക്കും അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ഏറ്റെടുത്ത് സലാമത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ
പലവിധ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദുനിയവയും ഉഖ്റവിയുമായ എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെയൊക്കെ മിസ്ല സവാബ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹദറത്തിലേക്ക് എത്തിച്ച് എല്ലാ നിലക്കും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ മുഹമ്മദ് അലി എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ട ദിവസമാണ് ഇന്ന് എന്ന് അറിയിച്ചു. അല്ലാഹു തആല ആണ്ടിന്റെ ദിവസമാണ്. അല്ലാഹു തആല അവിടത്തേക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ ബർസഖിയായ ജീവിതം അല്ലാഹു തആല റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മിൽ നിന്നും ഒരുപാട് ആളുകൾ മൺമറഞ്ഞു പോയിട്ടുണ്ടവർക്കൊക്കെ അല്ലാഹു തആല അവിടുത്തെ ബർസഖിയായ ലോകം അല്ലാഹു തആല റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ രോഗികളുണ്ട്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു തആല പരിപൂർണമായിട്ടും ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ മാറാവ്യാധി അസുഖത്തെ തൊട്ട് അല്ലാഹു തആല പരിപൂർണമായിട്ടും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, നിങ്ങൾ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാൻ. സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട്, അതുപോലെ തന്നെ മാനസികമായിട്ട് പല നിലക്കും പല വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ നീക്കി ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണം റഹ്മാൻ. ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും നീ നീക്കി സലാമത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സമ്പത്തിൽ, മക്കളിൽ, ആരോഗ്യത്തിൽ, അതുപോലെ തന്നെ ജോലികളിൽ, നാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നവരുടെ എല്ലാവരുടെ ജോലികളിൽ അല്ലാഹു തആല എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളെ കച്ചവടങ്ങളിൽ, കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരിൽ, അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റഹ്മാനായ റബ്ബെ, നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يمحق الله الربا ويربي الصدقات والله لا يحب كل كفار أثيم. 276 ആയത്താണ്. يمحق الله الربا ويربي الصدقات. എപ്പോഴും വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. വഖഫ് ചെയ്യുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം അല്ലേ? താഇന് കസ്ർ ആയതുകൊണ്ട് സുക്കൂൻ കൊടുക്കണം. സ്വദഖാത്ത് വയുർബി സ്വദഖാത്ത്. يمحق الله الربا ويربي الصدقات. തൻവീൻ ഫത്ഹ് നീട്ടാനുള്ള സ്ഥലം, അവസാനത്തെ അക്ഷരം നീട്ടാനുള്ളതാണെങ്കിൽ നീട്ടുക. വഖഫ് ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ, നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയാണോ നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ, ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ശ്വാസം എവിടെയാണോ നിർത്തുന്നത് അല്ലെ, ശ്വാസം നമ്മളിങ്ങനെ ഓതിക്കൊണ്ടുമ്പോൾ ചിലപ്പോൾ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുമല്ല, അതിന്റെ പേരാണ് ഇത് വഖഫ് എന്നുള്ളത്. ആ വഖഫ് ചെയ്യുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം. അപ്പൊ വയുർബി സ്വദഖാതി എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റും. വയുർബി സ്വദഖാതി വല്ലാഹു ലാ യുഹിബ്ബു എന്ന് പറഞ്ഞ് ഓതാൻ പറ്റൂല. നിർത്തുമ്പോൾ വയുർബി സ്വദഖാത് തഅന് സുക്കൂൻ കൊടുക്കുക. തൻവീൻ ഫത്ത്, ഡബിൾ ഫത്ത് അല്ലേ, 2 ഫത്ത് വന്നാൽ അവിടെ നീട്ടുക. അതുപോലെ തന്നെ നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ കാനു എന്ന് പറയുന്നത് പോലെ അല്ലേ. അപ്പോ ഇപ്പൊ നമ്മള് യംഹഖുല്ലാഹു റിബ എന്നുള്ളിടത്താണ് വഖഫ് ചെയ്യുന്നെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാ, വാവാണെങ്കിലും ആ വാവിന്റെ മുകളിൽ അലിഫാണ് അല്ലേ. അപ്പൊ റിബ എന്നാണ് നിർത്തേണ്ടത്. അവിടെ നിർത്തുകയാണെങ്കിൽ യംഹഖുല്ലാഹു റിബ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. കാരണം അവിടെ നീട്ടാനുണ്ട്. നീട്ടാനില്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ തൻവീൻ ഫത്ത് ഇല്ലാത്ത സ്ഥലത്തൊക്കെ എന്ത് ചെയ്യണം, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുക. ഇനി സുക്കൂൻ കൊടുത്തു എന്ന് മാത്രമല്ല, ഇതിന് തൊട്ട് മുമ്പുള്ളത് നീട്ടാനുണ്ടെങ്കിൽ അല്പം നീട്ടുകയും ചെയ്യുക. നീട്ടാനുണ്ടെങ്കിൽ നീട്ടിയാൽ മതി, ഇല്ലെങ്കിൽ നീട്ടണ്ട. തൊട്ട് മുമ്പത്തെ അക്ഷരം നീട്ടാനുള്ളതാണെങ്കിൽ ഇവിടെ സ്വദഖാത്തി എന്നുള്ളടത്ത് സ്വദഖാ എന്ന് ഒരു അലിഫ് കണ്ടില്ലേ. അപ്പൊ താഇന് മുമ്പ് ഒരു അലിഫുണ്ട്, നീട്ടാനുള്ള അക്ഷരമാണ്. തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ
വഖഫ് ചെയ്യുമ്പോൾ അവിടെ ഒന്നും കൂടി നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. തായിന് സുക്കൂൻ തന്നെ, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ തന്നെ, തൊട്ട് മുമ്പ് നീട്ടാനാണെങ്കിൽ അല്പം ഒന്നും കൂടി സാധാരണ നീട്ടുന്നതിലേറെ നീട്ടുക. അപ്പൊ ഒരു പുതിയൊരു മദ് ഉണ്ടാവുകയാണ്. നമ്മൾ നിർത്തിയാൽ മാത്രമേ ആ മദ് ഉണ്ടാവുന്നുള്ളൂ. ആ മദ്ദിന്റെ പേരാണ് മദ് ആരിദ്. യംഹഖുല്ലാഹു റിബ വയുർബിസ് സ്വദഖാത്ത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാർ. അവിടെ നിർത്തി. തൻവീൻ ഫത്ഹ അല്ല, തൻവീൻ കസ്റാണ്. അപ്പൊ പിന്നെ നിർത്തുമ്പോ റാഇന് കസ്റ തന്നെയാണ്, അല്ല റാഇന് സുക്കൂന് തന്നെയാണ് കൊടുക്കേണ്ടത്. കഫാർ, റാഇന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അലിഫാണ് നീട്ടാനുള്ളത്. അപ്പോ നീട്ടാനുണ്ടായത് കൊണ്ട് നിർത്തുമ്പോൾ കുല്ല കഫാർ നിർത്തണ്ട, കാരണം അതിലെ തൊട്ട് ശേഷമുള്ള ഒറ്റ പദമല്ലോ, അത് കൂട്ടി വെച്ചാണ്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. അസീമിൻ എന്നാണുള്ളത്. അവിടെ നിർത്തിയപ്പോൾ ആയത്തിന്റെ അവസാനമാണല്ലോ അല്ലേ, നിർത്തിയപ്പോൾ എന്ത് ചെയ്തു? തൻവീൻ കസ്ർ സുക്കൂൻ കൊടുത്തു. അസീം എന്ന് പറഞ്ഞ പോരാ, തൊട്ട് മുമ്പുള്ള നീട്ടാനുണ്ട്, യാ ആണ്. അസീം. സ എന്നുള്ളത് ശ്രദ്ധിക്കണം. സ എന്നല്ല, സ. മേലെ പല്ലിന്റെയും താഴെ പല്ലിന്റെയും ഇടയിലായിട്ട് നാവ് വരുന്ന രൂപത്തിൽ നാവ് അല്പം നേരെ നിൽക്കുക, അതിന്റെ തലഭാഗം പുറത്തേക്ക് ഇട്ടിട്ട് പറയാം. സി. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. യംഹഖുല്ലാഹു റിബ. ഒന്ന് ഓതി നോക്കി. യംഹഖുല്ലാഹു റിബ വയുർബിസ് സ്വദഖാത്ത്. അവിടെ നിർത്തുന്നില്ല എങ്കിൽ വയുർബിസ്, അപ്പൊ നീട്ടലുണ്ടാവില്ല, ചെറിയ നീട്ടലേ ഉണ്ടാവുള്ളൂ. വയുർബിസ് സ്വദഖാത്ത് നിർത്തി. വയുർബിസ് സ്വദഖാതി വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. യംഹഖുല്ലാഹു റിബ വയുർബിസ് സ്വദഖാത്ത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. കഫാരിൻ എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കണം, വെളിവാക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തിൽ പറയാം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി വഅഖാമുസ് സ്വലാത വആതവുസ് സകാത്ത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്. തഅന് കസ്റാണ്. നിർത്തിയപ്പോൾ സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ള അലിഫാണ് അല്ലേ, ചെറിയൊരു അലിഫുണ്ട്. ചെറിയ അലിഫാണെങ്കിലും വലിയ അലിഫാണെങ്കിലും കൊടുത്തത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നീട്ടൽ ഒരുപോലെയാണ്. വഅമിലുസ് സ്വാലിഹാത്. തഅന് സുക്കൂന് അല്ലേ, മദ് ആരിദ് വന്നു, തായിന് സുക്കൂൻ കൊടുത്തു. മദ് ആരിദ് ഉണ്ടായത് കൊണ്ട് ഒന്നുകൂടി പ്രത്യേകമായിട്ട് നീട്ടുകയാണ്. തുടക്കത്തിൽ ഷദ്ദുള്ള നൂന് ഇന്നല്ലദീന. ഇന്നല്ലദീന എന്ന് പറഞ്ഞ പോരാ, മണിക്കലും കൂടി ഉണ്ടാവണം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി വഅഖാമുസ് സ്വലാത വആതവുസ് സകാത്ത് وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم وآتوا الزكاة. നിർത്തിയപ്പോ ഹ ആയിട്ട് മാറി, സുക്കൂനുള്ള ഹ ആയിട്ട് മാറി. وأقاموا الصلاة وآتوا الزكاة. ഹ ആയിട്ട് മാറി, സുക്കൂനുള്ള ഹ. നിർത്തിയപ്പോ, നിർത്തുന്നില്ല എങ്കിൽ എങ്ങനെ ഓതാ? വഅഖാമുസ് സ്വലാത വആതവുസ് സകാത ലഹും. ആയിട്ട് തന്നെ ഉച്ചരിക്കും. ഇവിടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വഅഖാമുസ് സ്വലാത. സ്വലാത്ത എന്നാണ് അല്ലെ, വാവ് അലിഫാണ്. വാവിന് മുകളിൽ കണ്ടില്ലേ ഒരു അലിഫ്. وأقاموا الصلاة وآتوا الزكاة.
വആതവുസ് സക്കാ. സാധാരണ ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് എന്താണ്? വഅഖാമുസ് സ്വലാത്ത വആതുസ് സക്കാ എന്നാണ് ഉള്ളത് അല്ലേ? ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് ഓതി പരിചയമുള്ള ആളുകൾ ചിലപ്പോൾ അറിയാതെ വആതുസ് സക്കാ എന്ന് ഓതാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. ഓരോരുത്തർ ഓതണതിനനുസരിച്ചാണ് വരിക. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും ഒന്ന് ശ്രദ്ധിക്കുകയാണ്. ചില അക്ഷരങ്ങൾ ഫത്തും കസർക്ക് അങ്ങനെ ചെറിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ. അത് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനായാൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യും, അത് അങ്ങനെ ഓതാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നല്ലദീന എന്ന് കണ്ടില്ലേ, ചില സ്ഥലത്ത് ഇന്നല്ലദീ എന്നേ ഉണ്ടാവുള്ളൂ, ആ നൂൻ അവിടെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ ഇന്നല്ലദീന എന്നുള്ളത് ചിലപ്പോൾ ഓതി പരിചയമുള്ള ആളുകൾ ചിലപ്പോൾ അങ്ങനെ ഓതി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നർത്ഥം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി വഅഖാമുസ് الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم. അജ്റുഹും, നമുക്ക് സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങളൊന്ന് നോക്കാം. സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങൾ വളരെ സിമ്പിളാണ്. മീമിന്റെ ശേഷം മീമിന്റെ നിയമം എന്ന് പറയുമ്പം നൂനിലേക്ക് കൂട്ടരുത്. നൂന് സുക്കൂനുള്ള നൂന് തെൻവീന് ഇത് രണ്ടും നിയമങ്ങൾ മാറ്റമുണ്ട്. ഇവിടെ സുക്കൂനുള്ള മീമാണ്, മീമിന്റെ നിയമം മറ്റൊന്നാണ്. മീമിന്റെ ശേഷം മീമ് തന്നെയാണ് വന്നതെങ്കിൽ സുക്കൂനുള്ള മീമായിരിക്കണം. ഈ സുക്കൂനുള്ള മീമിന്റെ ശേഷം വന്ന അക്ഷരം ഫത്ഹാക്കപ്പെട്ട മീം ഏതെങ്കിലും ആണെങ്കിൽ, ഫത്ഹ കസ്റോ നമ്മക്കാണെങ്കിൽ, ഈ ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കും, മണിക്കുകയും ചെയ്യും. മ് പ്ലസ് മാ എന്നാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മ് എന്നതിന് ശേഷം മാ എന്നാണെങ്കിൽ മ് പ്ലസ് മീ എന്നാണെങ്കിൽ മീ നോ. മനസ്സിലായില്ലേ? അപ്പൊ മീമിന്റെ ശേഷം മീമാണ് വന്നതെങ്കിൽ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. മീമിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ ഇവിടെ കണ്ടില്ലേ, അജ്റുഹും ഇൻദ റബ്ബിഹിം. ഇവിടെ സുക്കൂനുള്ള മീമ് വന്നു, അതിന്റെ ശേഷം ഐനാണ് വന്നിട്ടുള്ളത്. ശേഷമുള്ള അക്ഷരം ഏതാണ്? അതിന്റെ ശേഷമുള്ള നോക്കണ്ട, നേരെ തൊട്ടു ശേഷമുള്ള അക്ഷരം ഏതാണ്, അടുത്ത അക്ഷരം ഏതാണ് എന്നാണ് നോക്കേണ്ടത്. അതിന് ശേഷം ഇഷ്ടം പോലെ അക്ഷരങ്ങൾ ഉണ്ടാവും, അത് നമ്മൾ നോക്കണ്ട. തൊട്ടു ശേഷമുള്ള അക്ഷരം ഏതാണ്? മീമാണെങ്കിൽ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. ബ ആണെങ്കിൽ മറച്ച് മണിക്കുക. എന്ന് പറഞ്ഞാണ് ഇങ്ങനെയാണ് മറച്ച് മണിക്കേണ്ടത്. ആ സ്ഥലം എത്തുമ്പോൾ നമുക്ക് പറയാം. ഇതല്ലാത്ത ബാക്കി ഏതക്ഷരം വന്നാലും മീമിനെ വ്യക്തമായിട്ട് പറയാം. മീമിന് സുക്കൂനാണെങ്കിൽ സുക്കൂന് കൊടുത്തിട്ട് വ്യക്തമാക്കി പറയാം. എങ്ങനെ പറയാം? ലഹും അജ്റുഹും സുക്കൂനുള്ള മീം എങ്ങനെ പറയാം എന്ന് പറയാം. അതന്നെ അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം. ഇൻദ റബ്ബിഹിം അവിടെയും സുക്കൂനുള്ള മീം വന്നു. റബ്ബിഹിം നിർത്തിയാലും ഇല്ലെങ്കിലും ആ മീം വ്യക്തമായിട്ട് പറയണം. കാരണം ശേഷമുള്ള അക്ഷരം വാവാണ്. വാവും പ്രത്യേകം ശ്രദ്ധിക്കണം. വാവും ഫാവും ആകുമ്പോൾ സുക്കൂനുള്ള മീമിന്റെ ശേഷം വാവും ഫാവുമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മീമും ബാവുമല്ലാത്ത ബാക്കി ഏത് വന്നാലും മീമിനെ വ്യക്തമാക്കണം, ഇൽഹാർ ചെയ്യണം എന്ന് പറയാം. ഇൽഹാറിന്റെ അക്ഷരങ്ങൾ ബാക്കിയുള്ള 26 അക്ഷരങ്ങളും ഇൽഹാറിന്റെ അക്ഷരമാണ്. അപ്പൊ ബാക്കി ഏത് അക്ഷരം വന്നാലും ഈ മീമിനെ വ്യക്തമായിട്ട് വെളിവാക്കി പറയണം. റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇവിടെ എന്ത് ചെയ്യണം? ചുണ്ട് പൂട്ടിയിട്ട് തന്നെ വ്യക്തമായിട്ട് പറയുക. ഇതാണ് ഇൽഹാർ. എങ്ങനെ? ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ.
എത്ര മീമ വന്നില്ലേ? ഒരുപാട് മീം വന്നു. ലഹും സുക്കുള്ള മീമിന്റെ ശേഷം ഹംസ വന്നു, ആ വന്നു അല്ലേ. അജുറുഹും സുക്കുള്ള മീമിന്റെ ശേഷം ഐന് വന്നു, ഒക്കെ ഇദ്ഹാറാണ്. റബ്ബിഹിം സുക്കുള്ള മീമിന്റെ ശേഷം വാവ് വന്നു. ഖൗഫുൻ അലൈഹിം മീമിന്റെ ശേഷം വാവ് വന്നു അല്ലേ. ഹും യഹ്സനൂൻ സുക്കുള്ള മീമിന്റെ ശേഷം യാ വന്നു. ഇതൊക്കെ ഇദ്ഹാറിന് അക്ഷരം. 26 അക്ഷരങ്ങളുടെ ഏത് വന്നാലും ഇദ്ഹാറാണ്. ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ മീമിനെ വ്യക്തമായിട്ട് പറയണം. ഹും യഹ്സനൂൻ എന്ന് പറയുന്നത്, ഹും യഹ്സനൂൻ എന്ന് പറയാം, ഇങ്ങനെ കൂട്ടിയിട്ടുള്ള പറയുന്നത്. അലൈഹിം വലാഹും യഹ്സനൂൻ ചുണ്ട് പൂട്ടിയിട്ട് വേണം വാവ് പറയാൻ, ചുണ്ട് പൂട്ടിയിട്ട് വേണം യാ പറയാൻ. ചുണ്ട് പൂട്ടി തുറക്കുക എന്നിട്ട് പറയാ. അലൈഹിം വാ എന്ന് പറയുന്നത്, അലൈഹിം വാ എന്ന് പറഞ്ഞിട്ട് ചുണ്ട് പൂട്ടാത്ത രൂപത്തിൽ വാവിലേക്ക് കൂട്ടിയിട്ട് പറയാം. ആ രൂപത്തിൽ പറയരുത് എന്നാണ് അർത്ഥം. അപ്പൊ മീമിന്റെ നിയമങ്ങൾ പറഞ്ഞു. ഒന്നുകൂടി ഒന്ന് നോക്കി. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. 278 يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله يا أيها يا يا أيها നീട്ടിയതിന് ശേഷം പിന്നെ ഒരു ആ വന്നു. യാ അയ്യുഹ യാ എന്നുള്ള ഒരു വാക്കും അയ്യുഹ എന്നുള്ള മറ്റൊരു വാക്കുമാണ്. അതുകൊണ്ട് ഇവിടെ മദ് മുൻഫസിലാണ്, മുത്തസിലല്ല. കാണുമ്പോൾ മുത്തസിലാണെന്ന് തോന്നിപ്പോകുമെങ്കിലും ഈ പദം മദ് മുൻഫസിലാണ്. രണ്ടും വേറിട്ടത് കൊണ്ട് വേറിട്ട പദമാണ്. എഴുതുമ്പോ ഒന്നിച്ച് എഴുതിയെന്ന് മാത്രം. സാധാരണ എഴുതുമ്പോ ഇങ്ങനെ എഴുതുക, യാ കഴിഞ്ഞിട്ട് ഒരു അലിഫിടും അല്ലെ. പിന്നെ എഴുതുമ്പോ അയ്യുഹ, പിന്നെ പിന്നെ ഫത്താക്കപ്പെട്ട ഹംസ കൊടുത്തിടുന്ന അയ്യുഹ എന്ന് എഴുതാം. ഇതങ്ങനെയല്ല, ഇത് ഒന്നിച്ച് എഴുതുമ്പോ ചിലപ്പോ തിരിയില്ല. അതുകൊണ്ടാണ് ഇത് മദ് മുൻഫസിലാണെന്ന് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് നിർത്തി. അല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് ആമനൂത്താന്ന് വയ്ക്കരുത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ശേഷമുള്ളതൊക്കെ സുക്കൂനാണ് വരുന്നതെങ്കിൽ നീട്ടാനുള്ളതൊക്കെ പോകും. നേരെ മറിച്ച് അവിടെ വഖഫ് ചെയ്യാണ്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ട് നിർത്തിയാണ്. കാരണം നീട്ടാനുള്ള സ്ഥലമായതുകൊണ്ട് നിർത്തുമ്പോൾ നിർത്തേണ്ട രൂപം പറഞ്ഞതാണ്, അല്ലാതെ അവിടൊക്കെ നിർത്തണം എന്ന അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഇത്തഖുല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് വദറൂ മാ ബഖിയ മിനർ റിബാ. നിർത്തുന്നില്ലെങ്കിൽ റിബ എന്ന് പറഞ്ഞ് നീട്ടണം. കാരണം ശേഷമുള്ള ഹംസയാണ്, ഈ എന്നുള്ളതാണ്. وذروا ما بقي من الربا إن كنتم مؤمنين إن كنتم مؤمنين. നേരത്തെ പറഞ്ഞു മീമിന്റെ ശേഷം മീമാണ് വന്നതെങ്കിൽ ഇദ്ഗാമും ബിഗുന്നിയാണ്, കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക.
കുന്തും മുഅ്മിനീൻ. ഇവിടെയും അവസാനം വഖഫ് ചെയ്തപ്പോൾ നൂനിന് സുക്കൂന് കൊടുത്തു. മുഅ്മിനീൻ, നൂന് സുക്കൂന്. തൊട്ട് മുമ്പുള്ള നീട്ടാനുണ്ടായത് കൊണ്ട് മുഅ്മിനീൻ. ഇൻ കുന്തും മുഅ്മിനീൻ. മദ് ആരിദാണ്. അതിന് തൊട്ട് മുമ്പ് സുക്കൂനുള്ള നൂനിന്റെ ശേഷം കാഫ് വന്നു അല്ലേ? കാഫിന് ശേഷം ഒരു സുക്കൂനുള്ള നൂനിന്റെ ശേഷം ത വന്നു. ഇവിടൊക്കെ ഇഖ്ഫാ ചെയ്യണം. നൂനിന്റെ നിയമങ്ങൾ ഒന്ന് നോക്കാം. ഇതൊന്നുകൂടി നമുക്ക് ഓതി നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബാ وذروا ما بقي من الربا إن كنتم مؤمنين. ആയത്ത് فإن لم تفعلوا فإن لم تفعلوا ഫഇല്ലം ഓതുമ്പോ ശ്രദ്ധിക്കണം. എന്താണ് ഇപ്പൊ ഇവിടെ മാറ്റം വന്നത്? ഫഇല്ലം ഇവിടെ ഇപ്പൊ എന്തേ മാറ്റം വന്നത്? എന്തേ മാറ്റം വന്നത് ഇവിടെ ഇപ്പോ? ഫഇല്ലം ഏതക്ഷരമാണ് ഉച്ചരിക്കാതെ വന്നത്? നൂൻ ഉച്ചരിച്ചില്ല. എന്തേ കാരണം? നൂനിന്റെ ശേഷമുള്ള അക്ഷരം ലാം ആയതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട ആളുകൾക്ക് മനസ്സിലാവും. ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളാണെങ്കിൽ, മുമ്പ് അറിയാത്തവരാണെങ്കിൽ ചിലപ്പോൾ തിരിയില്ല. എന്തേ കാരണം? നൂനിന്റെ നിയമങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നൂനിന്റെ ശേഷം, നൂന് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂന് സുക്കൂനുള്ള നൂനാകട്ടെ സുക്കൂൻ ഇല്ലാത്ത നൂനാകട്ടെ രണ്ടും സുക്കൂനാണ്. അല്ലെങ്കിൽ തെൻവീനിന്റെ ശേഷം ഇവിടെ ഉള്ളത് ഫഇല്ലം എന്നുള്ളിടത്ത് സുക്കൂനുള്ള നൂനാണ്. ഒന്നും ഇല്ലാത്ത നൂന്, സുക്കൂനുള്ള നൂന് അല്ലേ? നൂനിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ, ഇവിടെ ലാമാണ്, ബ വന്ന സ്ഥലമുണ്ടെങ്കിൽ അല്ലെ? സ്ഥലമുണ്ടല്ലോ അല്ലെ? ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പൊ ബ ഉള്ള സ്ഥലം വന്നാൽ ഈ നൂനിനെ മാറ്റി ബ ആണ് വന്നതെങ്കിൽ, 28 അക്ഷരമാണ് അറബിയിലുള്ളത്. അറബിയിലെ 28 അക്ഷരത്തിൽ ബ വന്നാൽ നൂനിന്റെ സ്ഥാനത്ത് മീമാക്കി കൊടുക്കുക, സുക്കൂണ മീമായി കൊടുക്കുക. അപ്പോ എന്നുള്ളത് ഇങ്ങനെ, എന്നുള്ളത് ഇങ്ങനെ വായിക്കുക, എന്നുള്ളത് എന്തേ കാരണം? നൂനിന്റെ ശേഷം ബ വന്നാൽ നൂനിനെ മാറ്റി മീമായി കൊടുക്കുക. ദൻബുൻ എന്ന് പറയാതെ ദംബുൻ. നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീന്റെ ശേഷം ലാമോ റഅ വന്നാൽ, ഏത്? ലാമോ റഅ വന്നാൽ നൂനിനെ ലാമിലേക്ക് കൊടുക്കുക. നൂനിനെ ലാമിലേക്ക് കൊടുക്കുക. അപ്പൊ ലാമ് അല്ലെങ്കിൽ റഅ, ലാമോ റഅ കട്ടി കൂടുകയും ഈ നൂന് ഉച്ചരിക്കാതെ വരികയും ചെയ്യുന്നു. ഇദ്ഗാമും ബിലാഗുന്നയാണ്. ഇനി സുക്കൂണ നൂന് ശേഷം നൗമി, നൂന്, വാവ്, മീമിയ ഇവയിൽപ്പെട്ട ഏതെങ്കിലും വന്നാൽ, സുക്കൂണ നൂനിന്റെ തൻവീന്റെ ശേഷം നൗമി, നൂന്, വാവ്, മീമിയ ഈ 4 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരം വരികയാണെങ്കിൽ കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം പോരാ, മണിക്കുകയും ചെയ്യണം. നേരത്തെ ഇദ്ഗാമും ബിലാഗുന്ന പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക, മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. ഇവിടെ കൂട്ടി യോജിപ്പിച്ച് അതിന്റെ കൂടെ മണിക്കുകയും ചെയ്യണം. അതിന്റെ പേരാണ് ഇദ്ഗാമും ബിഗുന്ന എന്ന് പറയും. ഈ സുക്കൂണ നൂനിന്റെ ശേഷം ഹംസ, ഹ, ഐൻ, റൈൻ ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഈ നൂനിനെ വ്യക്തമാക്കി പറയണം. അതാണ് ഇദ്ഹാർ. ഇതല്ലാത്ത, ഇപ്പൊ ഈ പറയപ്പെടാത്ത ബാക്കി ഏത് 15 അക്ഷരമാണുള്ളത്? ഇപ്പൊ പറഞ്ഞ അക്ഷരം ബ, ലാം, റാ, നൗമി, നൂന്, വാവ്, മീം, യാ, ഹംസ, ഹ, ഐൻ, റൈൻ
ഈ 6 അക്ഷരമല്ല, ഈ 13 അക്ഷരമല്ലാത്ത ബാക്കി ഏത് വന്നാലും ഇഖ്ഫ ചെയ്യണം. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മറച്ചു മണിക്കണം. ഇപ്പൊ ഇവിടെ ഫഇല്ലം ശേഷമുള്ളത് ലാമാണ്. ഫഇല്ലം തഫഅലു ഫഅ്ദനു ബിഹർബിൻ മിനല്ലാഹ്. തൻവീന്റെ ശേഷം മീം വന്നു. നൂന് വാവ് മീം യാ. അപ്പൊ എന്ത് ചെയ്യണം? തൻവീനെ മീമിലേക്ക് കൊടുക്കുക. ബിഹർബിൻ എന്നുള്ളത് ബിഹർബിൻ മിനല്ലാഹ്. ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി വഇൻ തുബ്തും ഫലക്കും റൂഊസു അംവാലിക്കും. വഇൻ ല സുക്കൂന നൂനിന്റെ ശേഷം ത വന്നു. ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാന്റെ അക്ഷരമാണ് ത. വഇൻ തുബ്തും ഫലക്കും റൂഊസു അംവാലിക്കും. അംവാലിക്കും ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ. ഒന്നുകൂടി. فإن لم تفعلوا فأذنوا بحرب من الله ورسوله وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون. وإن تبتم വ്യക്തമാക്കണം. മീമ് വ്യക്തമാക്കണം. ശേഷമുള്ളത് ഫ ആണ്. മീമും ബാഹുമല്ലാത്തൊക്കെ മീമിന്റെ നിയമങ്ങളാണ്. മീമിന്റെ നിയമങ്ങൾ മീമും ബാഹുമല്ലെങ്കിൽ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് പറയുക. അതിൽപ്പെട്ടാണ് അംവാലിക്കും ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ. وإن كان ذو عسرة സുക്കൂണുള്ള നൂന്റെ ശേഷം കാഫ് വന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. وإن كان ذو عسرة فنظرة إلى ميسرة. ഫനളിറത്തുൻ തൻവീന് ശേഷം ഹംസ വന്നു. ഈ ഫനളിറത്തുൻ ഇലാ മൈസറ. وإن كان ذو عسرة فنظرة തൻവീന് ശേഷം ഫ ആണ്. ഇഖ്ഫാ ചെയ്യണം. ذو عسرة فنظرة إلى ميسرة. فنظرة تنوين ശേഷം ഈ വന്നു. ഇതാണ് അക്ഷരമാണ് ഹംസ. ഈ ല ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ. ഇതാണ് ഹംസ. ഫനളിറത്തുൻ എന്ന് വ്യക്തമാക്കി പറയാം. ഫനളിറത്തുൻ ഇലാ മൈസറ. وأن تصدقوا خير لكم. وأن تصدقوا خير لكم. وأن تصدقوا خير لكم. സുക്കൂണുള്ള നൂന് വന്നു. ശേഷമുള്ള ഇഖ്ഫാന്റെ അക്ഷരമാണ്. وأن تصدقوا خير لكم إن كنتم تعلمون. خير لا തൻവീനിന്റെ ശേഷം ലാമോ റാ വന്നാൽ തൻവീനിനെ ലാമിലേക്ക് അല്ലെങ്കിൽ റോയിലേക്ക് കൂട്ടി യോജിപ്പിക്കാം. മണിക്കൊന്നും ചെയ്യണ്ട. ഖൈറുൻ എന്ന് പറയാതെ ഖൈറുല്ല കഴിഞ്ഞു. ഖൈറുല്ലക്കും തൻവീനിന്റെ ശേഷം സുക്കുള്ള നൂനിന്റെ ശേഷം ലാമോ റാ വന്നാൽ ഖൈറുല്ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഇൻ കുൻതും അടക്കം ഇഖ്ഫാ ചെയ്യണം. കാഫ് ഇഖ്ഫാന്റെ അക്ഷരമാണ്. സുക്കൂണുള്ള നൂനിന്റെ ശേഷം ത വന്ന് ഇഖ്ഫാന്റെ അക്ഷരമാണ്. ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ.
وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا خير لكم إن كنتم وأن تصدقوا خير لكم إن كنتم تعلمون. ഒന്നാമത്തെ ലാസ്റ്റ് ആയത്താണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂറത്തു ആയത്തുദ്ദൈനും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ആയത്തുകളും കൂടിയാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. 281 ആയത്ത് واتقوا يوما ترجعون فيه إلى الله يوما ترجعون ഇഖ്ഫായിന്റെ അക്ഷരമാണ് ഇല്ലേ? തൻവീന്റെ ശേഷം താ വന്നു. യൗമൻ എന്ന് പറയാൻ പറ്റില്ല. യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. كل نفس ما كسبت തൻവീന്റെ ശേഷം മീം വന്നു. സുക്കുള്ള നൂന്റെ തൻവീന്റെ ശേഷം മീം വന്നാൽ എന്ത് ചെയ്യണം? നൗമി നൂനെ വാവ് മീമിയാകും. നൗമി നൂനെ വാവ് മീമിയാകും. കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. ശബ്ദമുള്ള മീം ഉണ്ട് അവിടെ, തുടക്കം ശ്രദ്ധിക്കുക. ثم توفى كل نفس ما كسبت وهم لا يظلمون. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. നമുക്കൊന്ന് ഓതി നോക്കാം ഇൻഷാ അല്ലാഹ്. بسم الله الرحمن الرحيم. يمحق الله الربا ويربي الصدقات والله لا يحب كل كفار أثيم. إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين. فإن لم تفعلوا فأذنوا بحرب من الله ورسوله وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون
وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا خير لكم إن كنتم تعلمون وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا خير لكم إن كنتم تعلمون واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്തായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ക്ലാസ്സാണ്. അല്ലാഹു തആല പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ട്രിവാൻഡ്രത്തുള്ള അവിടെയാണ് എന്നുണ്ട് എൻ്റെ ഓർമ്മ. ഇൻഷാ അല്ലാഹ് ഒരു ഉമ്മ വിളിച്ചിരുന്നു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക്, അല്ലാഹുവിന്റെ മഹത്തായ ഏറ്റവും വലിയ സൗഭാഗ്യമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഭാഗ്യം ലഭിച്ച ഒരു വലിയ മഹദിയാണ്. അല്ലാഹു തആല ശിഷ്ടകാലം ദീനി ഖിദ്മയിലായിക്കൊണ്ട് ജീവിക്കാൻ അവർക്കും നമുക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷമം പറഞ്ഞത് വിശുദ്ധ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യണം. അതിമനോഹരമായിട്ട് കഴിവിന്റെ പരമാവധി ഒന്ന് മനോഹരമായിട്ട് പാരായണം ചെയ്യുക എന്നുള്ളതായ ആ ഒരു വലിയ ഒരു കാര്യമാണ് നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല നല്ല ഹിഫ്ള് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഷർറുകളെ തൊട്ടും ഹസീദീങ്ങളെ ഹസദിനെ തൊട്ടും എല്ലാവിധ കുതന്ത്രക്കാരുടെ കുതന്ത്രത്തെ തൊട്ട് കാത്ത് സംരക്ഷണം നൽകി പരിപൂർണമായിട്ടും വിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ അല്ലാഹു തആല അവർക്കും നമുക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഉപ്പമാർ ഉമ്മമാർ വിശുദ്ധ ഖുർആൻ പാരായണം എങ്ങനെയാണെങ്കിലും വേണ്ടില്ല വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കണം. അതിനെന്തെങ്കിലും പരിഹാരം ഉസ്താദ് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല നമ്മൾക്ക് അതിനുവേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കുകയും വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി അവസരങ്ങൾ കണ്ടെത്തുകയും എന്നിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു തആല പൂർണ്ണമായിട്ടും ഉത്തരം നമുക്ക് ലഭിക്കും, ഉത്തരം നമുക്ക് നൽകും. അല്ലാഹു തആല ദുആക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ദുആ ചെയ്യുന്ന ആർക്കെല്ലാം വേണ്ടിയാണ് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റഹ്മാനായ റബ്ബെ, നീ പൂർത്തീകരിച്ച് നൽകണേ. അല്ലാഹ് നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ, നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഇൽമിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാൻ. ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഈ കേൾക്കുന്നവർ മുഴുവനും വിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് കേൾക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ ക്ലാസ്സിൽ ചേർന്നവരാണ്. റഹ്മാനായ റബ്ബെ, നല്ല ഓർമ്മശക്തി നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. നല്ലവണ്ണം ഹിഫ്ളാക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരു പഠനങ്ങളും പഠിക്കുന്ന നമ്മുടെ മക്കളാണ്. റഹ്മാനേ റബ്ബേ, പഠനങ്ങളിൽ നല്ല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ പഠിക്കാനും അതനുസരിച്ച് ഇബാദത്തുകൾ ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് റഹ്മാനേ റബ്ബേ നീ തൗഫീഖ് പ്രദാനം ചെയ്യണം അല്ലാഹ്. നീ തൗഫീഖ് പ്രദാനം ചെയ്യണം അല്ലാഹ്. നാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ എല്ലാവിധ സഹായ സഹകരണങ്ങൾ റഹ്മാനേ റബ്ബേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആ മഹത്തായ വിശുദ്ധ ഖുർആന്റെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ പല നിലക്കും പല ആളുകൾ
ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയും അതുപോലെ തന്നെ പല നിലക്കും സഹായിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് റഹ്മാനെ റബ്ബെ. അവർക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നീ സ്വീകരിക്കണം റഹ്മാനെ. നീ പരിപൂർണമായിട്ടും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. നീ പരിപൂർണമായിട്ടും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ മുറാദുകൾ നീ പരിപൂർണമായിട്ടും ഹാസിലാക്കണം അല്ലാഹ്. നീ ഹാസിലാക്കണം അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണേ റഹ്മാനെ. ഹുസ്നുൽ ഖാത്തിമ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സൂഉൽ ഖാത്തിമയിൽ നീ പെടുത്തല്ല അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം കണ്ടുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നീ നൽകണം അല്ലാഹ്. ഈ തൗഫീഖ് പ്രദാനം ചെയ്യണം അല്ലാഹ്. ഈ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. അവസാന സമയത്ത് ഇബ്ലീസിന്റെ വലയത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാഹ്. ഈ പെടുത്തല്ല അല്ലാഹ്. ഈ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഓതിയ ഈ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ നീ സലാമത്തിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഈമാൻ നീ സലാമത്തിലാക്കി തരണേ അല്ലാഹ്. നല്ല ആഖിബത്ത് നൽകണേ അല്ലാഹ്. അന്തിമ വിജയം വിജയിക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ. ഒരുപാട് മഹാരഥന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് റഹ്മാനെ റബ്ബേ. അവർക്ക് എങ്ങനെയാണോ മൗത്തായത് അതുപോലെ മൗത്താകാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ധാരാളം കാലം ഇബാദത്തിലായിക്കൊണ്ട് ജീവിക്കാൻ ആഫിയത്തും ദീർഘായുസും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ ഇബാദത്തുകൾ മുടക്കുന്ന ഒരു രോഗവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കാർക്കും തന്നെ നീ നൽകല്ല അല്ലാഹ്. ഞങ്ങൾക്കാർക്കും തന്നെ നീ നൽകല്ല അല്ലാഹ്. നീ നൽകല്ല റഹ്മാനെ. റഹ്മാനെ റബ്ബേ, വന്ന രോഗങ്ങൾ ഏതൊക്കെ രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണം അല്ലാഹ്. നീ ശിഫയാക്കണം അല്ലാഹ്. ആജിലായ ശിഫയാക്കണം റഹ്മാൻ. ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട്, നാമുമായി ബന്ധപ്പെട്ടവരുണ്ട് റഹ്മാനെ റബ്ബേ. പ്രേക്ഷകരാരെങ്കിലും ഉണ്ടെങ്കിൽ റഹ്മാനെ റബ്ബേ, നീറുന്ന വിഷമങ്ങളുമായി പ്രയാസങ്ങളുമായി രോഗം വന്നത് കാരണം കൊണ്ട് റഹ്മാനെ റബ്ബേ ശരിക്കും എണീക്കാൻ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല, കിടക്കാൻ കഴിയുന്നില്ല റഹ്മാനെ റബ്ബേ. എന്ത് ചെയ്യും റഹ്മാനെ റബ്ബേ? പരിപൂർണ ആഫിയത്ത് നൽകണേ അല്ലാഹ്. പരിപൂർണ ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഇബാദത്തുകളൊക്കെ മുടങ്ങിപ്പോവുകയാണ്. വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് ധാരാളം പാരായണം ചെയ്യുന്നവരാണ് റഹ്മാനെ റബ്ബേ. ഇതെല്ലാം നീ നിർത്തല്ല റഹ്മാനെ. റഹ്മാനെ റബ്ബേ, ഇതൊക്കെ മുടക്കുന്ന രോഗവും ഒരു പ്രയാസവും ഞങ്ങൾക്ക് ആർക്കും തന്നെ നീ നൽകല്ല റഹ്മാനെ. പരിപൂർണ ആഫിയത്ത് നൽകണ റഹ്മാനെ. ധാരാളം കാലം ജീവിച്ച് ധാരാളം കാലം ഇബാദത്തിലായിക്കൊണ്ട് ജീവിച്ചുകൊണ്ട് ധാരാളം കാലം ഈമാനിലായിക്കൊണ്ട് ഇഖ്ലാസിലായിക്കൊണ്ട് ജീവിച്ച് പരിപൂർണ ഈമാനിലായിക്കൊണ്ട് മരണപ്പെടുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരും ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. ഞങ്ങളാക്കിയ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസും മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ഖബറിടം നീ സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, കുടുംബക്കാർ, അയൽവാസികൾ, കൂട്ടുകാർ, ഉസ്താദുമാര് റഹ്മാനെ റബ്ബേ, ഭക്ഷണം തന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ റഹ്മാനെ റബ്ബേ, ഇങ്ങനെ പല നിലക്കും ബന്ധമുള്ളവരുണ്ട് റഹ്മാനെ റബ്ബേ. മരണപ്പെട്ടുപോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. നീ മർഹമത്ത് നൽകണേ റഹ്മാനെ. നിന്റെ ഉലമാക്കൾക്ക് സദാത്യങ്ങൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. പൂർണ്ണ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായിക്കൊണ്ട് ജീവിക്കാനും മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. ഞങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ ഉലമാക്കൾക്കും എല്ലാ സദാത്യങ്ങൾ സയ്യിദന്മാർ തങ്ങന്മാർ റഹ്മാനെ റബ്ബേ, എല്ലാവർക്കും നീ അവരുടെ തണലിലായി ധാരാളം കാലം ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. ഈ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവർക്കൊക്കെ നീ പരിപൂർണ്ണ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആഫിയത്തും ദീർഘായുസ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ധാരാളം കാലം ദീനിന് വേണ്ടി സേവനം ചെയ്യാനും നേതൃത്വം വഹിക്കാനും അവർക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. ഉപകാരമായെങ്കിൽ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ
അറിയിക്കാനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് വേറെയും സ്ത്രീകൾക്ക് വ്യത്യസ്തമായ വേറെയും ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക്, ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് ചേർക്കണമെങ്കിൽ നിങ്ങളെ പേരും സ്ഥലവും ഒന്ന് അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ താഴെയുള്ള നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഏതാൾക്കും ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സുകളുള്ളത് സാധാരണക്കാരായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു സഹായമാകും എന്ന രൂപത്തിലാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല എല്ലാം ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.